ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നോക്കുന്നത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ നിൽക്കുന്ന വ്യക്തികളോ അതുപോലെ തന്നെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കണം പക്ഷേ ഒരു വഴി മനസ്സിലാകാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ്. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ശരിയാകാം, ചിലപ്പോൾ അത് ഒന്നും കൂടി അതിലൊരു എന്തെങ്കിലും മോഡിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൈഡൻസ് ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. ഈ റീഡിംഗ് നിങ്ങളുടെ ലൈഫുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഈ റീഡിംഗ് അക്സെപ്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒന്നും റെസനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ അതിൽ നിങ്ങൾ കൂടാതെ ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള നിങ്ങളെ കൊളീഗ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉള്ള ഡിസിഷൻസ് ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റ് ആകുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ്. അതായത് എടുത്ത് ചാടിക്കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഒരു തീരുമാനം മുഖത്തടിച്ച പോലത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ നയം തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ അത് നല്ലൊരു രീതിയിൽ എപ്പോഴും പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സും അവരുടെ ഇമോഷൻസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളൊരു പെരുമാറ്റമായിരിക്കണം അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സന്തോഷമായ കാര്യങ്ങളും അതുപോലെ എന്തെങ്കിലും ഒരു സ്നേഹമൊക്കെ കടന്നു വരാൻ, അത് ഒരു വ്യക്തികളുടെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ആയിരിക്കാം, അവരുടെ ഒരു ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് അവർ ചിലപ്പോൾ ഒരു കോണ്ടാക്ട് സിറ്റുവേഷൻ വരാനോ അല്ലെങ്കിൽ ഒരു പക്ഷേ അവർ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണെങ്കിലും എന്തൊക്കെ നിങ്ങൾ തമ്മിൽ ഒരു ക്ലാഷസ് ഉണ്ടെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. എന്ത് കാര്യത്തിനും നിങ്ങൾ ഇമോഷണലി ഒരു സപ്പോർട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യുക. നിങ്ങൾ ഫാമിലിയെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്, അവർ നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങളും നിങ്ങൾ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചും കൂടി ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങൾ, ടെൻഷൻ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ മെഡിറ്റേഷനായിട്ടും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനായിട്ടൊരു സമയം, സ്വന്തം ഒരു സെൽഫ് കെയറിനായിട്ട് നിങ്ങളൊരു സമയം എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ. കാരണം നിങ്ങൾ തനിയെ ഇരുന്ന് നിങ്ങളുടെ ഒരു സെൽഫ് അനാലിസിസ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയാൽ മാത്രമേ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോഴും ഒരു ടെൻഷൻ, ഫിയർ, ആങ്സൈറ്റി എന്നുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനോ അതുപോലെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാനും ചിലപ്പോൾ സാധിച്ചെന്നിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ പൊളൈറ്റ് ആകുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്യൂരിഫൈ ത്രൂ യുവർ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ സൗണ്ടിലൂടെ, നമ്മുടെ വോയിസിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും
ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഓരോ വാക്കുകളും നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കുക. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ ഒരു മോഡിലായിരിക്കും നമ്മൾ, പക്ഷേ അതനുസരിച്ച് നമുക്ക് എന്തും തോന്നുന്നത് വിളിച്ചു പറയാതെ, അല്ലെങ്കിൽ ആ മറ്റുള്ളവരെ എന്തും വേർഡ്സ് ത്രൂ ഹേർട്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് കാര്യത്തിനും നിങ്ങളൊരു തീരുമാനം ആഗ്രഹിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സമയമായോ എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ഡൗട്ട്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിവൈൻ ടൈം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുമായിട്ട് ഫോർവേഡ് ചെയ്യാം. അതിന് യൂണിവേഴ്സിൻ്റെ എല്ലാ വക ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഇവിടെ ഉള്ളതാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ഗുഡ് ഫോർച്യൂൺ ലൈഫിലേക്ക് വരുന്നതാണ്. പക്ഷേ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഇത് മാത്രമാണ്. ഒന്ന് ത്രോട്ട് ചക്ര, മറ്റൊന്ന് ബീയിങ് പൊളൈറ്റ് എന്ന് പറയുന്നതാണ്. ഈ 2 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഗുഡ് ഫോർച്യൂൺ തന്നെ വരാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഗൈഡൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഡിവൈൻ ടൈമിംഗ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹാർമോണിയും ലവ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.